എന്തോ അഖില ഇത്? വെയിറ്റ് ചെയ്യ്, മറുപടി പറയാം. ഇതിന് മറുപടി പറഞ്ഞാ എന്റെ പൈസ കളഞ്ഞ് ഞാൻ മത്സരിച്ചോ? അത് ഞാൻ പറയുന്നല്ലോ, എന്റെ വണ്ടി ഞാൻ വിറ്റെന്ന്. പച്ചക്കള്ളോ പറയുന്നത്? BMW വണ്ടി വിറ്റതോ? ഏപ്രിൽ ഏത് BMW വണ്ടി? എനിക്ക് BMW ബൈക്ക് ഞാൻ വിറ്റത് ഈ തെരഞ്ഞെടുപ്പിന് ഇടയില. അല്ലെന്നേ, അഖിൽമാർ 5 പൈസ ചെലവാക്കിയിട്ടില്ല. ഇതിന്റെ വീക്ക്നെസ് അഖിൽമാരിട്ട വസ്ത്രമടക്കം, അഖിൽമാരാർ കുടിച്ച ഒരു വെള്ളമടക്കം കള്ളം പറയല്ലേ? ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അഖിൽമാരാർ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചിട്ട് തൊട്ട് പിറ്റേന്നാണ് 5 ലക്ഷം രൂപ 20 ഇട്ട് തന്നു അഖിലിന്. അക്കൗണ്ടിൽ ഇട്ടു. ഈ ഇലക്ഷൻ കമ്മീഷനിൽ 5 ലക്ഷം ഇട്ട് 4,90,000 രൂപ അവിടെ കിടക്കുക. 5 ലക്ഷം അത് എടുക്കാൻ പറ്റില്ല ഹാഷ്മി. എന്താണ് പറയുന്നത്? 5 ലക്ഷം 2020 എടുക്കാൻ പറ്റുമോ? 5 ലക്ഷം അഖിൽമാരാർക്ക് ഇലക്ഷൻ ചെലവിനായി 20 ഇട്ട് തന്നോ? എനിക്ക് ചോദ്യം അതല്ല. ഈ രാജ്യത്തെ നിയമം. അഖിൽമാരാർ പറയാണ് 25,000 ബൈക്ക് വിറ്റു. അഖിൽമാരാരുടെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചിട്ട് തൊട്ട് പിറ്റേന്നാൾ അഖിലിന്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ 20 കണക്കാൻ കാണിക്കാം. ഇതല്ലാതെ എന്തുണ്ട് മറ്റു തെളിവുകൾ എന്ന് ചോദിക്കാം. ചോദിക്കുന്നു സാർ, ഞാൻ ഉത്തരിക്കാൻ തയ്യാറാണ്. 10,000 ഈ ഹാഷ്മി 5 ലക്ഷം ഇട്ട് തന്നോ? ഞാൻ 5 ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ടില്ല. ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. രമേഷ് പിഷാട് 2-3 കൊല്ലം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വേണ്ട, 2 മാസം കൊണ്ട് അഖിൽ തെളിയിച്ചു. അതെന്താ പ്രയാസം? നാട്ടുകാരെ, നിങ്ങൾ ആരെയും പറ്റിക്കാൻ വേണ്ടിട്ടല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടി. അഖിൽമാർ ഇന്നത്തെ അല്ല നാളത്തെ അല്ല മറ്റന്നാൾ 2 കൊല്ലം കഴിയട്ടെന്ന് പറഞ്ഞു. 2 മാസം കഴിയുമ്പോൾ അഖിൽമാർ നിലപാട് മാറ്റാണ്. 100% ഞാൻ യോജിക്കുന്നു. അഖിൽമാർ നോക്കൂ, മഹാത്മാഗാന്ധി ഉൾപ്പെടെയാണ്. അഖിൽമാർ അതൊന്ന് അടിച്ചു നോക്ക്. ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ നിലപാടുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു, അഖിൽമാരാർ താൽക്കാലിക നേട്ടത്തിനും സീറ്റ് കിട്ടാനും വേണ്ടി അഖിൽമാരാർ കളിക്കുന്ന കളിയും ഗാന്ധിയെ തമ്മിൽ കമ്പയർ ചെയ്യലെ അശ്ലീലമാണ്. ഞാനൊരു കാര്യം ഗാന്ധിയെ കമ്പയർ ചെയ്യലെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ ലോകത്ത് ഒരു മര്യാദ വേണ്ടേ? അഖിൽമാരാർ എന്താണ് രാഷ്ട്രീയത്തിൽ മാത്രമല്ലേ, ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ ലുലു പോയി മുണ്ടുപോയി കാണിക്കുന്നതാണ് എന്ന് അഖിൽമാരാർ പറയുകയും അവസരം കിട്ടുമ്പോൾ നേരെ ബിഗ് ബോസിലേക്ക് പോവുകയും ചെയ്യും. അതൊക്കെ ഓരോരുത്തരും മൂപ്പിച്ചിട്ടല്ലേ. അഖിൽമാരാർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥം ആഗ്രഹിച്ച് കിട്ടാതാകുമ്പോൾ നേരെ NDA ഫോൾഡിലേക്ക് പോവുകയും ചെയ്യും. ഇതിന്റെ പക്കാ നിലപാട് മാറ്റം എന്നാ പറയുന്നത്. ഗാന്ധിയോട് കമ്പയർ ചെയ്യല്ലേ? മോശമാണ് ഗാന്ധിക്ക്. ഹാഷ്മി മാപ്പ് 2 രീതി പറയാം. സ്വയം തെറ്റ് മാപ്പേ ഉള്ളൂ. ഒരു മാപ്പ് ഒന്നേ ഉള്ളൂ. ആര് പറഞ്ഞു? അപ്പോളജി. അഖിലിന്റെ ഫോളോവേഴ്സ് നഷ്ടമായി, അഖിലിന്റെ വരുമാനം നഷ്ടമായി, അഖിലിന്റെ പരിപാടിക്കാരെ അതാണോ പറഞ്ഞത്? അതാണോ പറയുന്നത്? അഖിൽ അതിൽ ആദ്യ ഓഡിയോ ക്ലിപ്പിൽ അഖിൽ ഉണ്ടാകുന്ന പരമമായ നഷ്ടങ്ങൾ, വരുമാന നഷ്ടങ്ങളെ പറ്റി പറയാണ്. വരുമാന നഷ്ടങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ അക്കോമഡേഷനെ പറ്റി പറഞ്ഞത് എന്താണ്? അക്കോമഡേഷൻ നിങ്ങൾ അക്കോമഡേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? സാധാരണ അഖിൽമാരെ സൃഷ്ടിച്ചത് രാഷ്ട്രീയ പാർട്ടിയല്ല. അക്കോമഡേഷൻ എന്താണ്? ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ ചോദിച്ചതിന് മറുപടി പറ. പക്ഷെ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ അഖിൽമാരെ പോകുമ്പോൾ അഖിൽമാരെ ഡിമാൻഡ് ചെയ്യുന്ന അക്കോമഡേഷൻ, വാട്ട് ഈസ് ദാറ്റ് അക്കോമഡേഷൻ? മറുപടി പറയടാ. അക്കോമഡേഷൻ ചെയ്തെങ്കിൽ എന്താണ് അക്കോമഡേഷൻ? അക്കോമഡേഷൻ പൈസ, ഞാൻ പറഞ്ഞ ക്യാഷ്. എന്റെ ഹാഷ്മി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പണത്തിന് മേൽ പരുന്തും പറക്കുകയല്ല. പണമില്ലാത്തവൻ പിണമാണ് ഔസേപ്പേട്ട. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ പ്രമാണം. ഗോപകുമാർ ഞാൻ സാബു ജേക്കബോട്ട് സംസാരിച്ചു വന്നപ്പോൾ ഇടയ്ക്ക് കയറി സംസാരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് അഖിൽ വലിയ ആളാന്നല്ലോ ഒരു വിചാരം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരക്ഷരം ഇന്ത്യ നിന്റെ ചെവുക്കലടിച്ചാൻ പറയും. അതുകൊണ്ടാണ് കൊടുത്തത് ധനത്തിൽ ഒരെണ്ണം അമ്പാടി മോന്റെ ചകിട്ടത്ത്. ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചു കൊണ്ടുവന്ന് ചതിച്ചതിന് ആദ്യം മാപ്പ് പറയണം. ആദ്യം മാപ്പ് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കണം, അഖിലെ നമ്മൾ പെട്ടുപോയി, അഖിൽ തൃക്കാക്കര മത്സരിക്കാൻ പോകുന്നത് എന്നോട് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കും. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ച ചെവുക്കലടിച്ച് ഞാൻ പറിക്കും. ഇറങ്ങി പോകുന്നു ഫെബ്രുവരി 25-ാം തീയതി ഞാൻ സാബു ജേക്കബിനോട് പറഞ്ഞതാണ്, സാർ എനിക്ക് വേണം, തൃക്കാക്കര ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. അപ്പൊ പുള്ളി പറഞ്ഞു നമ്മുടെ A ക്ലാസ് മണ്ഡലം പെരുമ്പാവൂരാണ്. അന്ന് തൃപ്പൂണിത്തറ 2020 കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു പെരുമ്പാവൂരാണ്, കുന്നത്തുനാട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത A ക്ലാസ് മണ്ഡലം. ഞാൻ പറഞ്ഞു അല്ല, നമുക്ക് തൃക്കാക്കര ജയിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറുപടി പറയാം. ഇതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ ഒരു മിനിറ്റ് കളിയാക്കി ചിരിക്കലല്ല. ഈ വ്യക്തിഹത്യയുടെ വേദിയിൽ ഇനി ഒരു നിമിഷം എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഇത് കരുതിക്കുട്ടിയുള്ള അപമാനിക്കലാണ്. ഇതിന്റെ പിന്നിൽ പല ദുഷ്ടശക്തികളുമുണ്ട്. ഈ പ്രോഗ്രാമിന്റെ പല എപ്പിസോഡുകളും ഇങ്ങനെ കോപത്തിന്റെ പൊട്ടിത്തെറിയിലാണ് തീർന്നിട്ടുള്ളത്. പലതും പാതി വഴിയിൽ മുടങ്ങിപ്പോകാറുമുണ്ട്. ഇതിന്റെ ഒന്നും പോസ്റ്റ്മോർട്ടം ഞങ്ങൾ നടത്താറുമില്ല. നിങ്ങൾ കണ്ട വിളറിയ കോപം കൊണ്ട മുഖങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് കാട്ടിത്തരാനുണ്ടായിരുന്നത്.